അപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ്. ഇത് പ്രൈമർ അടിച്ച പെയിൻറ്റിങ്ങിലുള്ള ടാങ്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കളർ കാണുന്നത്. അപ്പോൾ മഴക്കാലം ആയിട്ടുണ്ട്. മഴക്കാലം ആയിട്ടുണ്ട് പറഞ്ഞാൽ മഴ വരാൻ പോവുകയാണ്. അപ്പോൾ നല്ല മഴ വരുന്ന സമയത്ത് വണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ടാങ്കിൽ വെള്ളം കയറുക. ഇപ്പോൾ E20 പെട്രോൾ ആയതുകൊണ്ട് തന്നെ ടാങ്കിൽ വെള്ളം കയറുന്ന സമയത്ത് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. ടാങ്കിനൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ടാങ്കിൻ്റെ ക്യാപ്പ് പൊക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ച് നോക്കുക കേട്ടോ. നോക്കുക അല്ലേ, വെള്ളമൊക്കെ ഒഴിഞ്ഞ് പോയിട്ടുണ്ട്. ആ വെള്ളം ഒഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിഞ്ഞ് പോകുന്നില്ല, നിങ്ങൾ പൊക്കി പിടിച്ചിട്ട് വെള്ളം ഒഴിഞ്ഞ് പോകുന്നില്ല എങ്കിൽ ഈ ടാങ്കിൻ്റെ 2 സ്ക്രൂ വഹിക്കുക. മൈനസ് സ്ക്രൂ വഹിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. തുരുമ്പ് പിടിച്ച് മുക്കാലും വയതും വെള്ളം കെട്ടിയും തുരുമ്പ് പിടിച്ച് പൊട്ടാറായിട്ടുണ്ടാവും. WD-40 ഒക്കെ അടിച്ച് നല്ല ലൂസാക്കിയതിന് ശേഷം മാത്രം അയച്ചെടുക്കാൻ ശ്രമിക്കുക. അയച്ചെടുത്തതിന് ശേഷം ഈ ഹോളൊന്ന് കുത്തിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓപ്പൺ ചെയ്തില്ല എങ്കിൽ മഴയത്ത് വെള്ളം നിർത്തുന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്ന സമയത്ത് മഴ കൊണ്ടു കഴിഞ്ഞാൽ വെള്ളം ഒഴിഞ്ഞു പോകില്ല. വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് ഇതിൻ്റെ എന്തെങ്കിലും ലൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ റബ്ബറിന് സീലിനോ അല്ലെങ്കിൽ ലൂസ് ഉണ്ടെങ്കിൽ വെള്ളം ടാങ്കിലേക്ക് ഇറങ്ങും. ടാങ്കിലേക്ക് ഇറങ്ങി എന്താ സംഭവിക്കുക എല്ലാവർക്കും അറിയാം. ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. തണ്ടർബേഡിലാണെങ്കിലും UC-യിലാണെങ്കിലും ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ BS3 പഴയ മുകളിൽ പിന്നെ ടാങ്കിനൊന്നും ഈ ഒരു വിഷയമല്ല. ഈ ഒരു കട്ടിങ് കൂടെ ഉണ്ടാവില്ല. വെള്ളം ഈ ഒരു ഹോളില്ല, ഡയറക്റ്റ് ഒഴിഞ്ഞു പോകുന്ന രീതിയാണ് പഴയ മുകളിൽ വണ്ടികൾക്ക്. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.